മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനങ്ങൾ വിശുദ്ധിയിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു എന്നതിൻ്റെ അടയാളമാണെന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് UAE അജ്മാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഉതുപ്പ് ലിസി ദമ്പതികളെ നാം പരിചയപ്പെടുമ്പോൾ പരീക്ഷകളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന അവരുടെ വിശ്വാസ ജീവിതം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ സഹനവും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ നമ്മെ പങ്കുചേർക്കുകയാണെന്ന വലിയ ബോധ്യം ഇവരുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് വളരെ നാളത്തെ പരിചയമുണ്ട് നേഴ്സസ് മിനിസ്ട്രിയിലൂടെയും ജോലി മേഖലകളിലുമെല്ലാം. എങ്കിലും നമുക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗീത സജി. ഞാൻ അജ്മാനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ലിസി ഉതുപ്പ്. ഞാനും നേഴ്സാണ്, അജ്മാനിൽ ജോലി ചെയ്യുന്നു. ഇതെൻ്റെ ജീവിത പങ്കാളി. എൻ്റെ പേര് ഉതുപ്പ്. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട രൂപതയിൽ പുത്തമ്പേലിക്കര മാളവന സെൻറ് ജോർജ് ദേവാലയത്തിലെ ഇടവക അംഗങ്ങളാണ്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ അജ്മാനിലാണ് താമസിക്കുന്നത്. ഞാൻ ദുബായിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 പെൺമക്കളാണുള്ളത്. മൂത്ത ആൾ ഗ്ലോറിയ ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല, അവൾ യേശുവിൻ്റെ സന്നിധിയിലാണ്. രണ്ടാമത്തെ മകള് മംഗലാപുരത്ത് MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിന്നിവിടെ ആയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ അനുവദിച്ച ഒരു സഹനത്തെക്കുറിച്ച് പരസ്പരം പങ്കുവെക്കാനായിട്ടും അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിങ്ങൾ എങ്ങനെ അതിജീവിക്കുന്നു എന്നൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഗീത, ആ സഹനം ഒരു ടെലിഫോൺ കോളായിട്ട് ഞങ്ങളുടെ അടുത്ത് തികച്ചും അവിചാരിതമായിട്ടാണ് എത്തിയത്. എന്നിരുന്നാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നുവെന്ന് ദൈവസ്നേഹം തന്നെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. ആ ദൈവസ്നേഹത്തിലാണ് ഇന്നും ഞങ്ങൾ ആ സഹനത്തോട് ചേർന്ന് പോകുന്നത്. 2019 സെപ്റ്റംബർ 7 പഠന സംബന്ധമായിട്ട് ഒരു സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു വാഹനാപകടത്തിലാണ് മോൾ ഈശോയുടെ അടുത്തേക്ക് പോകുന്നത്. അവളോടൊപ്പം അവളുടെ 2 സഹപാഠികളും കൂടെ ഈശോയുടെ അടുത്തേക്ക് പോയി. ചേച്ചി, ഞാനിപ്പോഴും ഓർക്കുന്നു, സെപ്റ്റംബർ 7 നമ്മുടെ ഒരു മാതാവിൻ്റെ 8 നോയമ്പോടനുബന്ധിച്ച് നമ്മുടെ ദേവാലയത്തിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് അഖണ്ഡ ജപമാല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കുഞ്ഞിൻ്റെ മരണവാർത്ത അറിയുന്നതും ഞങ്ങളെല്ലാവരും ദിവ്യകാരുണ്യ സന്നിധിയിൽ കുഞ്ഞിനെ സമർപ്പിച്ച്, നിങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് ഒത്തിരി വേദനയോടായി ഭവനത്തിലോട്ട് കടന്നു വന്നത്. വരുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു ചിന്ത ഇങ്ങനായിരുന്നു, നിങ്ങളെ എങ്ങനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നൊക്കെ. പക്ഷേ ഇവിടെ എത്തിയപ്പം കണ്ട കാഴ്ച ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. നിങ്ങൾ പരസ്പരം ഒത്തിരി ശക്തിപ്പെടുത്തുന്നതും നാട്ടിൽ പോകേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതും ഒക്കെ ആയിട്ടാണ് കണ്ടത്. അപ്പോൾ ആ സമയത്ത് അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ശക്തി ലഭിച്ചത്? ഈ വിവരം ഞങ്ങൾ അറിയുമ്പോൾ ഏത് മാതാപിതാക്കളെയും പോലെ ഞങ്ങളും പതറി, എന്ത് ചെയ്യണമെന്നറിയില്ല. ഞങ്ങളും അലറി കരഞ്ഞു. ഒടുവിൽ ഞങ്ങൾ 2 പേരും കൂടെ കൈപിടിച്ച് ഞങ്ങളുടെ അൽത്താരയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ദൈവാനുഭവം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, വളരെ കരുതലോടെ ഈശോ ഇങ്ങനെ പിടിച്ച് ഉയർത്തി ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ പരിശുദ്ധ മാതാവിനെ നോക്കുമ്പോൾ മാതാവ് ഗ്ലോറി മോളെ ഒക്കത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക്, ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു കാഴ്ച മനസ്സിൽ വന്നു. അത് രണ്ടും കൂടെ ആയപ്പോൾ മനസ്സിലേക്ക് കേട്ടത് സത്യമാണെന്ന് വിശ്വസിക്കാനുള്ളൊരു ബലം കിട്ടി.
പിന്നെ ഒരു കാഷ്വാലിറ്റി നഴ്സിനെ പോലെയായി ഞാൻ മാറുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ഞങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഉതുപേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ഉതുപേട്ടനും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എൻ്റെ കസിൻസിനെയൊക്കെ ഞാൻ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ഗ്ലോറിയ മോള് ഈശോയുടെ അടുത്തേക്ക് പോയി, കൂടുതലൊന്നും പറയാനുള്ള ശക്തിയില്ല, ഓടി വരണം, ഞങ്ങളെ നാട്ടിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അതേപോലെ നാട്ടിലേക്ക് പോകാനുള്ള ബാഗെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. ചേച്ചി ശരിക്കും ഒരു ട്രയാജ് നേഴ്സായിട്ട്, അതെ, ഉതുപ്പേട്ടൻ എനിക്ക് അന്ന് തോന്നിയത് ലിസ് ചേച്ചിയെക്കാട്ടിൽ ഒത്തിരി ശാന്തനായിട്ടാണ് ഫീൽ ചെയ്തത്. ഉതുപ്പേട്ടന് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? അത് പറയുകയാണെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ഒത്തിരി വലിയ ബ്ലെസ്സിങ്സിലൊരു ബ്ലെസ്സിങ് ആയിരുന്നു മരണത്തെ അംഗീകരിക്കുക എന്നുള്ള ഒരു അനുഗ്രഹം. തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹത്തിൽ ഞാൻ ആ അവസരത്തിൽ ഇത്രത്തോളമാണ് ഓർത്തത്. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനത്തെ ഒരു ചിന്തയിൽ മുന്നോട്ട് കാര്യങ്ങൾ നീക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അന്നത്തെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഇപ്പോഴും കരുതുന്നത്. ഉതുപ്പേട്ടൻ ഇത് പറഞ്ഞപ്പം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുസ്തകം വായിച്ചപ്പോൾ വായിച്ച ഒരു വാചകമാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതിലിപ്രകാരമാണ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ നല്ല ദൈവം ബലിയായി ആവശ്യപ്പെട്ട ഒന്നും ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല. ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ബലിയായി ആവശ്യപ്പെട്ട് നിങ്ങളെ സന്തോഷത്തോട് കൊടുക്കാനുള്ള ഒരു വലിയ കൃപ നിങ്ങൾക്ക് കിട്ടുകയായിരുന്നു. നിങ്ങൾ അതിനെ സ്വീകരിക്കുകയായിരുന്നു, അല്ലേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ആ ജീവിതാനുഭവത്തിലൂടെയായിരുന്നു ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എയർപോർട്ടിൽ ഞങ്ങളെ വിട്ട ശേഷം നിങ്ങളൊക്കെ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല, ഒന്ന് കരയാൻ പോലും ശേഷിയില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാനും കഴിയുന്നില്ല. അങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് വാഷ്റൂമിൽ പോയി മുട്ടുകുത്തി കൈകൂപ്പി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. ഞാനപ്പോൾ വേഗം ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, എന്നിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അത് എത്ര പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ചെന്നറിയില്ല. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പിന്നെ എനിക്കൊരു പുതിയ ശക്തിയും എൻ്റെ സങ്കടങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെട്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഗീത ആ അവസരത്തിൽ ഹബ്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ, ആടുകൾ അലയിൽ അറ്റുപോയാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എന്നുള്ള ആ വചനത്തിലൂടെ ഞാനും ശക്തിപ്പെടുകയായിരുന്നു. ഞാൻ എയർപോർട്ടിലിരുന്നിട്ട് മോള് തിരിച്ച് തമ്പുരാൻ്റെ അടുത്തേക്ക് പോയ വിവരം എല്ലാവർക്കും വാട്സപ്പിലൂടെ അറിയിക്കുകയും ചെയ്യുമായിരുന്നു. അതൊക്കെ തമ്പുരാൻ നടത്തിയ ഒരു വലിയ ഒരു ശക്തിയാണെന്ന് ഇപ്പോൾ തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതെ അതെ ഉതുപ്പേട്ട, തീർച്ചയായും. അതുപോലെ ഗീത തുടർന്നുള്ള നിമിഷങ്ങളിലും ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷം, നാട്ടിൽ ചെന്നൊരു 8 മണിക്കൂറിന് ശേഷമാണ് മോളെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അത് മോർച്ചറിയുടെ മുമ്പിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മോളുടെ ബോഡിയാണ് ഞങ്ങൾ കാണുന്നത്. മോളെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഒരു വലിയ പിയാത്ത അനുഭവം മനസ്സിൽ കടന്നു വന്നു. ഞാൻ ചുറ്റിലും നോക്കുമ്പോൾ മൂത്ത മോളുടെയും ചെറിയ മോളുടെയും കൂട്ടുകാരും മാത്രമാണ്, അവരുടെ സമപ്രായക്കാരായ കുട്ടികൾ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ മോളോടൊപ്പം മരിച്ചുപോയ മറ്റേ മോളുടെ ബ്രദർ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അവനാണ് തികച്ചും തകർന്ന അവസ്ഥയിലാണ്, സംസാരിക്കുന്നില്ല, ആരെയും മുഖത്ത് നോക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവൻ്റെ അടുത്ത് പോയി അവനെ ചേർത്ത് പിടിച്ച്, അവൻ രാവിലെ മുതൽ രാത്രി തുടങ്ങി അവൻ കാത്തിരിക്കുന്നതല്ലേ, അവനെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. അവൻ ഭക്ഷണം കഴിക്കാൻ ഒന്നും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവന് വാരിക്കൊടുത്തു. അപ്പോഴൊക്കെ എൻ്റെ മോളും ഇതേ അവസ്ഥയിലാണെങ്കിൽ കൂടെയും എന്നിലുള്ള അമ്മയും എന്നിലുള്ള നേഴ്സും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, തിരിച്ചറിയുന്നു, ഇതെല്ലാം പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു എന്ന്.
തീർച്ചയായിട്ടും ആമീൻ. തീർച്ചയായിട്ടും ചേച്ചി, ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ, പുണ്യങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ആ അനുസ്യൂതമായ വിശ്വാസവും ദൈവത്തിലുള്ള ഉറച്ച ശരണവും ഒക്കെ നമ്മുടെ ജീവിതത്തിനും തീർച്ചയായിട്ടും മാതൃകയാണ് അല്ലേ? ആമീൻ. പിന്നെ ചേച്ചി പറഞ്ഞത് ഓർക്കുന്നുണ്ട്, കൂടെയുള്ളവരെ ശക്തിപ്പെടുത്തിയതിനോടൊപ്പം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പേർക്ക്, അതുപോലെ വേർപാട് മൂലം വിഷമിക്കുന്നവർ, രോഗാവസ്ഥയിലായിരിക്കുന്നവർക്കൊക്കെ നിങ്ങൾ ഓടിയെത്തുന്നതായിട്ടും അവരെ ശക്തിപ്പെടുത്തുന്നതായിട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനൊക്കെയുള്ള ഒരു കൃപ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഏത് മരണവാർത്ത കടന്നു വരുമ്പോഴും അവരുടെ അടുത്ത്, അവരെ അറിയുന്നവരാണെങ്കിലും അല്ലെങ്കിലും അവരുടെ അടുത്തേക്ക് ഓടിയെത്താനുള്ള ഒരു വലിയ ആഗ്രഹം മനസ്സിൽ വന്നു തുടങ്ങി. അവരെ ആശ്വസിപ്പിക്കാൻ ഒരു പക്ഷേ ഞങ്ങൾക്കായിരിക്കും കൂടുതൽ കഴിയുന്നതെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരാൻ തുടങ്ങി. ഗീതയ്ക്ക് അറിയാവുന്ന പോലെ നമ്മുടെ കൂട്ടുകാരിയുടെ മോൻ മരിക്കുമ്പോൾ എത്രയും വേഗം അവിടെ എത്തണം എന്നാണ്. അവിടെ ചെന്നപ്പോഴത് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. ഞങ്ങളായിരുന്നു അവരെ ആ സമയത്ത് ആശ്വസിപ്പിക്കാൻ ഏറ്റവും അടുത്ത കൂട്ടുകാരെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതേപോലെ പല കുടുംബങ്ങളും ഇതേപോലെ മരണത്തിൻ്റെ സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവിടെയൊക്കെ കടന്നു ചെല്ലാനും അവരെയൊക്കെ വീണ്ടും ഞങ്ങളുടെ കൂടെ നിർത്താനും അവരോടൊക്കെ കൂടുതൽ അടുത്തിടപെടാനും പ്രാർത്ഥനയിലൂടെ വളർത്താനും ധൈര്യപ്പെടുത്താനും ഒക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ ബലം കിട്ടിയെന്ന് പറയുന്നതാണ് ശരി. പക്ഷെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ദൈവം ഞങ്ങൾ ഇതിനൊക്കെ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ലിസിയുടെ സുഹൃത്തിൻ്റെ ഇതുപോലെ തന്നെ മോളേക്കാൾ ഒരു 4-5 വയസ്സ് പ്രായം കൂടുതലുള്ള മോൻ കോയമ്പത്തൂർ വെച്ച് ഇതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അപ്പോൾ അന്ന് ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ട് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്കത് വലിയൊരു ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾ ആശ്വസിപ്പിച്ചപ്പോൾ ഇറ്റ് ഈസ് അവർ ടേൺ. ഞങ്ങൾക്ക് ദൈവത്തിൽ മുറുകെ പിടിച്ച് നിൽക്കേണ്ട ഒരു അവസരമായിരുന്നു എന്ന് ഇതിനൊക്കെ ദൈവം ഞങ്ങളെ നേരത്തെ ഒരുക്കുകയായിരുന്നു ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ശരിക്കും തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് നമ്മൾ നമ്മുടെ സഹനങ്ങളെ സഹിക്കുമ്പോൾ അത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൃപകളാക്കി അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് നിങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തുകയാണ്. ഇപ്പം അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലേ? ആമീൻ. ചേച്ചിയാണേൽ നമ്മുടെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ഈശോയെ ഒത്തിരി ഹൃദയത്തിൽ നിന്ന് പാടി സ്തുതിക്കുന്നതായിട്ടും ഈ സഹനങ്ങളുടെ നടുവിലൊക്കെ ചേച്ചി പാടി ഒത്തിരി ഈശോയിൽ നിന്ന് ആശ്വാസം നേടുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 വരി പാട്ട് പാടാവോ? പാടാം, തീർച്ചയായും പാടാം ഗീത. അത് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ്. ഈ സഹനത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് 2 ചോയ്സായിരുന്നു. ഒന്നുകിൽ നിരാശപ്പെട്ട് ജീവിക്കുക, അതല്ലെങ്കിൽ ഒരു ഉയർപ്പ്. അപ്പോൾ അത് ഈശോയിനോട് കൂടെ. അപ്പം ഞങ്ങൾ ഈശോയുടെ പക്ഷം ചേർന്ന് നിന്ന് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളെ ശക്തിപ്പെടുത്തിയെന്ന് ഞങ്ങൾ എല്ലാ നിമിഷവും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ നന്ദിയാണ് എൻ്റെ പാട്ടുകളിലൂടെ പുറത്തു വരാറുള്ളത്. അപ്പോൾ എൻ്റെ ക്ലേശകാലത്ത് എന്നെ താങ്ങിയ ദൈവത്തിനുള്ള നന്ദിയായിട്ടാണ് എൻ്റെ പാട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഞാനൊരു 4 ലൈൻ പാടാം. ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ഈ വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഈസി യാത്ര ആയിരുന്നില്ല മോളുടെ തിരിച്ചു പോക്കിന് ശേഷം. പക്ഷെ അവസരങ്ങളിലെല്ലാം തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ തന്നെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്നൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഒരു ഉദാഹരണത്തിന് ഞങ്ങളിതിന് ശേഷം ഒരു ഫാമിലി സെല്ലിൽ പങ്കെടുക്കുമ്പോൾ ഒരു നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിരുന്നു എന്നുള്ളൊരു പാട്ട് പാടുകയായിരുന്നു. ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് ഇങ്ങനെ വന്നു, നീ എന്തിനാണ് നന്ദി പറയുന്നത്, നിന്റെ മോളെ തിരിച്ചെടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നുള്ളൊരു ചിന്തയിലേക്ക് കടക്കാനും കൂടുതൽ ശക്തി പ്രാപിക്കാനും ദൈവം ഞങ്ങളെ അനുവദിച്ചു എന്നുള്ളതാണ്
സത്യം. അതെ, ഉതുപ്പേട്ട റോമ 8:18 വചനം ഇപ്രകാരം പറയുന്നു: നമുക്ക് വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. അത് നമ്മൾ നിത്യജീവനിലേക്കുള്ള വലിയ പ്രത്യാശയിൽ ഇന്നത്തെ ജീവിതത്തെയൊക്കെ നമുക്ക് ക്രമപ്പെടുത്തി നമുക്ക് ഒത്തിരി വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവം തരുന്ന കൃപകളും സഹനങ്ങളുമാണ് ഇതൊക്കെ. ഉതുപ്പേട്ട ലിസേച്ചി, ഞാൻ പലപ്പോഴും നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. കാരണം നിങ്ങൾ സ്പിരിച്വൽ ലൈഫിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് കൊടുത്താണ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തത്. അതിന് പ്രചോദനമായത് എന്താണ്? അതിന് പ്രചോദനമാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളർന്നു വന്ന ഒരു ചുറ്റുപാടുകളുണ്ട്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് രാവിലെ അമ്മ എഴുന്നള്ളിച്ച് പള്ളിയിൽ പോടാ എന്ന് പറയും. മനസ്സോടെ ആണെങ്കിൽ ആദ്യമൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ കുർബാനയിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്, പിന്നെ വൈകുന്നേരങ്ങളിൽ രാത്രിയിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ ഒഴിവാക്കാതെ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ മക്കളായി കഴിഞ്ഞപ്പോൾ മക്കളുടെ ജീവിതത്തിലും മക്കളുള്ളപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ അത് തന്നെ തുടരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതെ ഗീത, നമ്മൾ ഒരു പകരപ്പെടുന്ന വിശ്വാസം കൊടുക്കേണ്ടേ ക്രിസ്തീയ ജീവിതത്തിൽ. അപ്പം ഞങ്ങളും ആ കാര്യത്തിൽ ഒത്തിരി നിർബന്ധമുള്ളവരായിരുന്നു. പ്രാർത്ഥനയിൽ പ്രാധാന്യം വേണമെന്നും എപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കണമെന്നും അതുകൊണ്ട് തന്നെ പല പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാൻ അവർ ബലപ്പെട്ടതായിട്ട് ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഷിഫ്റ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ പപ്പയും മക്കളും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ട് പാടുകയും അവരൊരു ഗാനമേള തന്നെ നടത്തുകയും എന്നിട്ട് അതെല്ലാം വാക്ക്മാനിൽ, കുറച്ച് പഴയ കാലങ്ങളിൽ ഇതെല്ലാം വാക്ക്മാനിലാണ് റെക്കോർഡ് ചെയ്യണേ. അതെല്ലാം റെക്കോർഡ് ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് കേൾപ്പിക്കും. സംസാരിക്കാൻ ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് പോലും വളരെ ഭംഗിയായി പാടി ഗ്ലോറി മോള് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അതൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു വരികയാണ്. അതേപോലെ തന്നെ അവരുടെ ആത്മീയ ജീവിതത്തിൽ, അവരുടെ കൂതാശ ജീവിതത്തിലൊക്കെ ഞങ്ങൾ അവരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് വളർത്തിയത്. അവരുടെ കാറ്റഗിസം ക്ലാസ്, പരീക്ഷയോ ട്യൂഷനോ ഇതൊന്നും പറഞ്ഞ് ഒരു കാറ്റഗിസം മുടക്കാനോ അല്ലെങ്കിൽ അവരുടെ ചർച്ച ആക്ടിവിറ്റീസിൽ നിന്ന് മാറ്റി നിർത്താനോ ഞങ്ങൾ നിന്നിട്ടില്ല. അവരിലും ഞങ്ങൾ കണ്ടിരിക്കുന്നത് അതിനൊക്കെ സ്വയം ഒരു ഇനിഷ്യേഷൻ എടുത്ത് എല്ലാത്തിലും പങ്കുചേരുന്ന ഒരു മക്കളായിട്ടാണ് ഞങ്ങൾ അവരെ കണ്ടിട്ടുള്ളത്. ഇടവക പള്ളിയിലുള്ള ക്രിസ്ത്യനിലും മറ്റുള്ളതൊക്കെ പങ്കെടുക്കുകയും അവരുടെ നമ്മുടെ ഫാമിലി കൂട്ടായ്മയുടെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അതിനകത്തെല്ലാം പങ്കെടുക്കാൻ എല്ലാത്തിനും മക്കൾ രണ്ടുപേരും ഇനീഷ്യേറ്റീവ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ദൈവത്തിന് നന്ദി പറയുന്നു. ഉതുപ്പേട്ട, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ടീനേജ് കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലൊരു ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യാറുണ്ട്. പലരും അതിനെക്കുറിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒത്തിരി കുഞ്ഞുങ്ങളോട് ഫ്രണ്ട്ലി ആയിരുന്നു. അതിനൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? ഞങ്ങളെപ്പോഴും അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അവരോടൊപ്പം കൂടുമായിരുന്നു. എന്നിരുന്നാലും നമ്മൾ ലിമിറ്റേഷൻ വെക്കേണ്ടിടത്ത് ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കമ്പ്യൂട്ടർ കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. എപ്പോഴും ആർക്കും കാണാവുന്ന വിധത്തിൽ മൊബൈൽ കൊടുക്കുന്ന അവസരമാണെങ്കിലും 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഗ്ലോറിയയ്ക്ക് പോലും മൊബൈൽ കൊടുത്തിരുന്നത്. എന്നാൽ അവർക്ക് മറ്റു വിധത്തിലുള്ള ഫ്രീഡം എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരും നമ്മളോട് വളരെ ഫ്രീ ആയിട്ടായിരുന്നു. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതലായിട്ട് ലിസിയുടെ അടുത്ത് അവൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറയുമായിരുന്നു. സോ ഇറ്റ് കംസ് ത്രൂ ഹെർ എന്നുള്ളൊരു കാര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പാസ്വേഡായിരുന്നു. മൊബൈലാണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും ഞങ്ങൾ ഒരു പാസ്വേഡാണ്. അതുകൊണ്ട് അവരൊന്നും ഒളിച്ചു വെക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിച്ചോ അവരൊരു കുരുത്തക്കേട് കാണിക്കുന്നു എന്ന് ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. അവരുടെ സംസാര രീതികളും എല്ലാം, സ്കൂളിൽ നടക്കുന്ന കാര്യമാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലുള്ള പിണക്കങ്ങളാണെങ്കിലും അവർ ചെയ്യുന്ന ചെറിയ കുരുത്തക്കേടുകളാണെങ്കിൽ പോലും അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും വന്ന് തുറന്നു പറയും. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ അവരോട് അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്നും ശരിയാണെങ്കിൽ ശരിയാണെന്നും ഞങ്ങളും അംഗീകരിക്കും. അതിനെതിരെ അവരെ ഞങ്ങൾ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞത് തെറ്റായി എന്ന് ഞങ്ങൾ വ്യാഖ്യാനിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് തുറന്നു പറയാൻ അവർക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അതവർ ചെയ്യാറുണ്ടായിരുന്നു. മുതിർന്നപ്പോഴാണെങ്കിൽ തന്നെ ഗ്ലോറിയയ്ക്കും ഗ്രേസിനും ഒരു ഇമെയിൽ അഡ്രസ് ആണ് ഉണ്ടായിരുന്നത്. അത് അവർ രണ്ടുപേരും ഒരുമിച്ച് ആണ്, എനിക്ക് തോന്നുന്നു 12ാം ക്ലാസ് കഴിഞ്ഞ് ഗ്ലോറി ഹയർ സ്റ്റഡീസിന് പോകുന്ന അവസരം വരെ അത് തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ അവർക്ക് കോളേജ് സംബന്ധമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് അവർ മാറ്റിയിരുന്നത്. പിന്നെ അതുപോലെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് രാവിലെ എന്നും നിങ്ങൾ ഒരുമിച്ച് ഇൻസ്പിറേഷണൽ മെസ്സേജുകൾ രാവിലെ ഷെയർ ചെയ്യാറുണ്ടെന്ന്. ഗീത, അത് ഇപ്പോൾ വാട്സപ്പിൻ്റെ കാലമാണല്ലോ. എല്ലാ ദിവസവും വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ്
ഒരു ചെറിയൊരു പ്രാർത്ഥന മെസ്സേജായിട്ട് എല്ലാ ദിവസവും അവർക്ക് അയക്കും. കാരണം കുടുംബ പ്രാർത്ഥനയായിട്ട് നടക്കുന്നില്ലെങ്കിലും ഞങ്ങൾ വാട്സപ്പിലൂടെ ഞങ്ങൾ ആ പ്രാർത്ഥന അവർക്ക് അയക്കും. അന്നേരം അവരും തിരിച്ച് ഞങ്ങൾക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഹാവ് എ ബ്ലെസ്സഡ് ഡേ, അപ്പ അമ്മ ലവ് യു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ വാക്കുകൾ അവരുടെ സമയമില്ലായ്മയിൽ അവരും ഞങ്ങൾക്ക് തിരിച്ചയക്കും. അതേപോലെ തന്നെ വൈകുന്നേരവും പ്രാർത്ഥിച്ചോന്ന് അവരെ ഒന്ന് ഓർപ്പിക്കുകയും ഒക്കെ ചെയ്യും. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, നാട്ടിൽ ചെന്നിട്ടും അറിയാമല്ലോ ഇപ്പോഴത്തെ പ്രായത്തിൽ കുട്ടികളൊക്കെ പള്ളിയിൽ പോകാനൊക്കെ പൊതുവെ മടി കാണിക്കുന്ന സമയമാണ്. പക്ഷെ എന്നാലും മുടങ്ങാതെ ആഴ്ചയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് അവൾ മുടങ്ങാതെ പോകുമായിരുന്നു. അപ്പോൾ പിന്നെ പ്രത്യേക ദിവസങ്ങളൊക്കെ വിശേഷ ദിവസങ്ങളൊക്കെ അവൾ പള്ളിയിൽ പോകും. അപ്പോൾ കൂട്ടുകാരെയൊക്കെ വിളിക്കും. തലേദിവസം എല്ലാവരും പറയും വരാമെന്ന് പറയും, പിറ്റേ ദിവസം ആരും പോകില്ല. അപ്പോൾ അവൾ രാവിലെ അവരോടൊക്കെ പറയും അലാം വെച്ച് എഴുന്നേക്കാൻ പറയും. അവർ ഉറങ്ങിപ്പോവും. അപ്പോൾ ഇവൾ രാവിലെ അവളുടെ ഒരു ചെറിയ മണിയുണ്ട്, ആ മണി കിലുക്കിക്കൊണ്ട് അവൾ ആ ഹാളിൻ്റെ ഒരറ്റം തുടങ്ങി അങ്ങ് അറ്റം വരെ ആ മണി കിലുക്കിക്കൊണ്ട് നടക്കും. ഇതെല്ലാം ഞാൻ പിന്നീട് അവരുടെ ഹോസ്റ്റലിൽ അവധിക്കാലത്ത് ചെല്ലുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് ഓർക്കുമ്പോൾ ഞാൻ അവളെ ഓർത്ത് അഭിമാനിക്കുന്നു. അവൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രചോദനമായിട്ട് ഈ കാലഘട്ടത്തിൽ പള്ളിയിൽ കൂട്ടിക്കൊണ്ട് പോകാൻ അങ്ങനെയൊരു ഇനിസിയേഷൻ അവൾ എടുത്തതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഗ്ലോറിയയുടെ ഒരു സ്വഭാവം എപ്പോഴും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഗ്ലോറിയ മോടെ. കുഞ്ഞുങ്ങളോടും പ്രായമായവരോടും എല്ലാം ഒരുപോലെ, അവരെല്ലാം ഒരുപോലെ സ്നേഹിക്കാനൊക്കെ അവൾക്ക് ദൈവം പ്രത്യേകം കൃപ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി, ഈ ടീനേജ് ലൈഫിൽ ഈ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർ ഒത്തിരി സ്ട്രഗിളിലൂടെയാണ് കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. അവരുടെ പരീക്ഷ കാലഘട്ടങ്ങൾ, പിന്നെ പല ജീവിതത്തിൻ്റെ പല മേഖലകളെയും ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം ആ ഒരു കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ അവരുടെ കാര്യങ്ങളിലൊക്കെ എങ്ങനെ എക്സാം കാലഘട്ടത്തിലൊക്കെ കൂടെ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു വലിയ ടെൻഷൻ കൊടുത്ത് ഇത്ര മാർക്ക് വാങ്ങി വരണം, അല്ലെങ്കിൽ ഇത്രത്തോളം പഠിച്ചില്ല, അല്ലെങ്കിൽ പഠിച്ചോ എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ അധികം അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞങ്ങൾ എപ്പോഴും അവരോട് പറയാറുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം ദൈവം തരും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഇടവും വലവും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് പോവുക, ധൈര്യമായിട്ട് പോവുക എന്ന് ഞങ്ങൾ അവരെ ആത്മധൈര്യം കൊടുത്താൽ ഞങ്ങൾ പരീക്ഷയ്ക്കൊക്കെ അവരെ വിട്ടുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അവർ, ഞാനിപ്പോൾ ഓർക്കുന്നു, മൂത്ത മോള് പരീക്ഷയ്ക്ക് ഒരിക്കലും ഇറങ്ങി പോകുമ്പോൾ ഇംഗ്ലീഷ് പരീക്ഷയാണ്, 12ാം ക്ലാസ്സിലെ ആദ്യത്തെ എക്സാം ഇംഗ്ലീഷാണ്. അപ്പോൾ ആൾക്ക് നല്ല ടെൻഷനുണ്ട്. അതുവരെയും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചുകൊണ്ടിരുന്നു, ഇംഗ്ലീഷ് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചില്ല എന്നുള്ളൊരു വലിയ ടെൻഷനോട് കൂടി ആൾ മുഖമൊക്കെ മ്ലാനമായി ഇറങ്ങി പോകുമ്പോൾ, വണ്ടിയിൽ നിന്ന് പോകുമ്പോൾ ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞു, പരിശുദ്ധാത്മാവല്ലേ കൂടെയുള്ളേ, പരീക്ഷയൊക്കെ ഇനിയും വരും പോകും, പരീക്ഷ കിട്ടിയില്ലെങ്കിൽ അതൊന്നും അല്ല വലിയ വിഷയം, പക്ഷേ ഈശോയോടുള്ള വിശ്വാസം കളയരുത്, വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് അവളെ പരീക്ഷയ്ക്ക് ഇറക്കി വിട്ടു. ആ മതിൽ കടന്നു പോകുമ്പോൾ അവൾ ഒരു ടാറ്റ തന്ന് അവൾ പരീക്ഷാ ഹാളിലേക്ക് പോവാണ്. അപ്പോൾ അവൾ അങ്ങനെ കടന്നു പോകുമ്പോൾ അവൾ ഉള്ളിൽ പ്രാർത്ഥിച്ചു എന്ന് തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അത് തന്നെ ഇങ്ങനെ ഓർത്തു, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതേ, ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുതേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പോയി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തുറന്നത്. അപ്പോൾ ഇതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ അവളുടെ ആ പ്രാർത്ഥന ആയിരുന്നിരിക്കാം. അവൾ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നപ്പോൾ 10 മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ആദ്യമായി റീഡിംഗ് കോംപ്രിഹെൻഷൻ കിട്ടിയത് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. 10ൽ 10 മാർക്കും ഇംഗ്ലീഷിന് ഫുള്ള് മാർക്കും മേടിച്ച മോൾ അന്ന് പാസ്സായത്. എനിക്ക് എന്നെ കേൾക്കുന്ന അമ്മമാരോടും മാതാപിതാക്കളോടും എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, മക്കൾ പഠിക്കുന്നതും ശ്രേയസ്സാർജിക്കുന്നതും മാതാപിതാക്കളുടെ മാത്രം കഴിവല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഉത്കണ്ഠപ്പെട്ട് മക്കൾക്ക് കൂടി ടെൻഷൻ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അവരെ പ്രാർത്ഥിച്ചൊരുക്കി ടെൻഷൻ കൂടാതെ അവരിലേക്ക് വിശ്വാസം പകർന്നു കൊടുത്ത് വിട്ടാൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. അത് ഞങ്ങളുടെ ജീവിതാനുഭവമാണ്. തീർച്ചയായിട്ടും. ഉതുപ്പേട്ടന് മാതാപിതാക്കൾക്ക്, ടീനേജ് കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളോട് എന്തെങ്കിലും മെസ്സേജായിട്ട് പറയാനുണ്ടോ? ഞങ്ങളുടെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ മക്കളോട് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ അവർക്ക് നമ്മുടെ അടുത്തും വളരെ ഫ്രീ ആയിട്ട് വരും. അവർക്കൊരു വിശ്വാസം ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും, എന്ത് തകർച്ചകളുണ്ടായാലും, എന്ത് തോൽവി ഉണ്ടായാലും ഞങ്ങൾക്ക് ആശ്രയിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ട് എന്നുള്ളൊരു ചിന്ത വരും. ആ ഒരു വിശ്വാസത്തിലേക്ക് അവരെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് പാരൻസ് എന്നുള്ളതിൽ നമ്മുടെ കടമ. പിന്നെ ഗ്ലോറി തിരിച്ചു പോയതിന് ശേഷമാണ്
അവളിലുള്ള നന്മ ഇത്രത്തോളം ഞങ്ങൾ അറിഞ്ഞത്. കാരണം അവരുടെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് മറ്റുള്ളതൊക്കെ. അപ്പം നമ്മളുടെ എല്ലാ മക്കളിലും എല്ലാവരിലും ഒത്തിരി നന്മകളുണ്ട്. നമ്മൾ പലപ്പോഴും ആ നന്മകൾ കാണാണ്ട് അവരിലുള്ള കൊച്ചു കൊച്ചു എന്താ പറയുക കുസൃതി തരങ്ങളോ ചീത്തകളോ ഒക്കെ പറഞ്ഞ് അവരെ ക്ഷീണിപ്പിക്കാതെ അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവരുടെ ജീവിതത്തിലുള്ള ഒരു ഭാഗമാണെന്ന് അവർ മനസ്സിലാക്കി അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് അവരെ പഠിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ അവരിലുള്ള നന്മകൾ ഉയർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ വളരെ നല്ലതായിരുന്നാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തോന്നിയത്. അവർക്ക് എപ്പോഴും ഒരു അത്താണിയായിട്ട് മാതാപിതാക്കളെ കാണാം. അതിന് ഏറ്റവും നല്ല അവസ്ഥ അവരോടൊപ്പം. അവർക്ക് നമ്മുടെ ലെവലിലേക്ക് പൊന്താൻ പറ്റില്ല, നമുക്ക് അവരുടെ ലെവലിലേക്ക് താഴാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അവർ വലുതായില്ലേ, അങ്ങനെ ചിന്തിക്കാത്ത എന്താ, ഇങ്ങനെ ചിന്തിക്കാത്ത എന്താണൊക്കെ ഉള്ളൊരു ചിന്തയിൽ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഇപ്പം ഈ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇതുപോലത്തെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളൊരവസ്ഥയാണ്. പലപ്പോഴും ചെറുതായിരുന്ന അവസരത്തിൽ ചെറിയവളെ കുറ്റം ചെയ്താലും മൂത്തവൾക്ക് അടി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഇതായിരുന്നു ശരിയായ വഴിയെന്ന്, കൂടുതൽ ശരിയായ വഴിയെന്ന് തോന്നുന്നു. അവരെ പറ്റി ഓർക്കുമ്പോൾ അവർക്ക് കൊടുത്ത ഫ്രീഡത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഫോണിൽ അപ്പയുടെയും അമ്മയുടെയും പേര് എഴുതിയിട്ടിരുന്നത് യോയോ അപ്പ എന്നാണ്. അവരുടെ കൂട്ടുകാർ ചോദിക്കും യോയോ അപ്പ കോളിങ് ഇതെന്താന്ന്. അപ്പം എൻ്റെ അപ്പൻ അങ്ങനെയായിരുന്നു. അവർ ഞങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്ന ഫ്രീഡം അങ്ങനെയാണ്. അതേപോലെ എന്നെ സ്കൂൾ വിട്ട് വന്ന് കയറുമ്പോഴേ എന്നെ അമ്മാന്ന് നീട്ടി വിളിച്ചിട്ട് രണ്ടാമത്തെ വിളിക്കുന്ന അമ്മക്കാളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെയൊക്കെ ഒരു നാച്ചുറൽ, ഒരു നോർമൽ ഇതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അവരുടെ കുറവുകളെ അല്ലെങ്കിൽ അവരുടെ നിറവുകളെ ഒരുപാട് ഉയർത്തി കാണിച്ച് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ അവരുടെ കുറവുകളെ വീണ്ടും വീണ്ടും പറഞ്ഞ് അവരെ വേദനിപ്പിക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അതുതന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്ന കോൺഫിഡൻസും. ഞങ്ങൾ 4 പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടിരുന്ന പ്രത്യേകതകളും ഇതായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോടൊപ്പം തന്നെ എല്ലാറ്റിലും ഒന്നാം സ്ഥാനം തമ്പുരാന് കൊടുക്കുക, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ളൊരു ഇതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ദൈവത്തെ തമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും തമ്പുരാൻ്റെ അടുത്ത് പോയി പറയാനായിട്ടുള്ള നമുക്കൊരു ധൈര്യം കിട്ടുക. അതിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് അടികൂടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പനല്ലേ, നമ്മുടെ അപ്പനാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു തമ്പുരാനല്ല നമ്മുടെ തമ്പുരാൻ. നമ്മളോടൊപ്പം നടക്കുന്ന നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഒരു ദൈവമാണ് നമുക്ക് കൂടെ ഉള്ളത്. ആ ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് എപ്പോഴും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ചെല്ലണം. എപ്പോഴാണ് നമുക്ക് തമ്പുരാൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റാത്തത്? നമ്മൾ നോർമൽ കേസിൽ മക്കൾ അപ്പൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ മക്കളായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് പോകാത്തപ്പോഴാണ് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടെങ്കിലാണ് നമ്മൾ പോവാത്തത്. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ തന്നെ അപ്പൻ അത് ശ്രമിച്ച് ശരിയാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഫ്രീഡം കിട്ടും. അതുപോലെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ അറിയുന്ന തമ്പുരാൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ട് പോവുക, കാര്യങ്ങൾ സംസാരിക്കുക, ഒരു സുഹൃത്തിനോടെന്ന പോലെയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ അടി കൂടാം. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഒത്തിരി വലുതായിരിക്കും. അത് താങ്ങാനുള്ള കഴിവും കൂടി നമുക്ക് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഇതുവരെയുള്ള ഷെയറിങ്ങിൽ നിന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വചനഭാഗമുണ്ട്. പൗലോസ്ലീഹ ദൈവസ്നേഹ പാരമ്യത്തിൽ റോമ 8:35 മുതൽ എഴുതിയ വചനഭാഗം. അതിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവം ഭൂമിയിൽ നമ്മെ ഭരമേൽപ്പിക്കുന്ന മക്കളെ വിശുദ്ധിയുടെ പാതയിലൂടെ നാം വളർത്തുമ്പോൾ അവരുടെ ജീവിതങ്ങൾ നാം വഴി അനേകർക്ക് സുവിശേഷങ്ങളായി മാറുകയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗ്ലോറിയ മോൾ. ഇന്നും അനേകരുടെ ജീവിതങ്ങളിൽ അവൾ കാട്ടിക്കൊടുത്ത വഴികൾ, അവൾ പാടിയ ദൈവസ്തുതി ഗീതങ്ങൾ മരിക്കാത്ത ഓർമ്മകളായി നിലനിൽക്കുന്നെങ്കിൽ അത് ഈ മാതാപിതാക്കൾ അവൾക്ക് പകർന്നു നൽകിയ വിശ്വാസമാകുന്ന ചെറിയ തിരിവട്ടം ജ്വലിച്ചതിലൂടെയാണ്. ഇതുപോലെ തിന്മയുടെ മാലിന്യമേശാത്ത ദൈവമക്കളായി നമ്മുടെ പുതുതലമുറയും വളർന്നു വരട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.